ഒരു സഹോദരൻ വിവാഹം കഴിഞ്ഞിട്ട് 10-15 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യയ്ക്ക് ഒരുപാട് കാലം കലശലായ വയറുവേദന. എന്നാൽ സാധാരണ നിലക്കുള്ള ഒരു ദഹനക്കേടും ഗ്യാസും പോലുള്ള പ്രശ്നങ്ങളല്ല, അപ്പൻഡിസൈറ്റിസ് പോലുള്ള രോഗങ്ങൾ ഉണ്ടായാൽ ഉണ്ടാകുന്ന പോലെ വയറുവേദന വന്നാൽ ആള് ചുരുണ്ട് മടങ്ങിപ്പോകുന്ന നിലക്ക് പ്രത്യേകമായ ഒരവസ്ഥയിലുള്ള വയറുവേദനയ്ക്ക് അയാൾ പറയുന്നു. ആ സഹോദരൻ ഇപ്പോ ഉസ്താദ് കാണിച്ചെന്ന് ഞാൻ ആ കാര്യങ്ങൾ അന്വേഷിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരുപാട് തങ്ങന്മാര്, ഉസ്താദന്മാര്, മറ്റു നിലക്കുള്ള വൈദ്യന്മാര്, ഡോക്ടർമാര്, അതുപോലുള്ള എല്ലാ തരം ചികിത്സാരികളടുത്തും ഞാൻ പോവുകയും പലർക്കും മുമ്പിൽ ഒരുപാട് കാശ് ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ബഹുവന്യരായ ഉസ്താദവറുകളുടെ മജ്ലിസിൽ ഒരു അല്പം മാസം 1.5 മാസമോ മറ്റോ ആയിട്ടുള്ളൂ ഞാൻ വന്നിട്ട്. അതിനുശേഷം ആ സംഗതി കാണാനില്ല, ആ പ്രശ്നം അനുഭവിക്കുന്നില്ല. സുഖപ്പെട്ടുവല്ലേ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് പറയാൻ വാക്കുകളില്ലാത്ത വിധം സുഖപ്പെട്ടുന്നോ ആശ്വാസമായിന്നോ എന്താ പറയണത്, അദ്ദേഹത്തിന് എന്തു പറയണമെന്നറിയാതെ സന്തോഷിക്കുന്നു. അൽഹംദുലില്ലാ, അത് പൂർണ്ണമായി ഇനി ഒരിക്കലും വരാത്ത വിധം അല്ലാഹു സുഖപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. അഞ്ചങ്ങാടിയിലുള്ള ഷമീർ, അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ഗർഭപാത്രത്തിൽ മുഴയുമായി ഒരുപാട് പ്രയാസപ്പെട്ടു, ഒരുപാട് കാലം ബുദ്ധിമുട്ടി. അവസാനം ആ സഹോദരന്റെ ഭാര്യയ്ക്ക് ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിൽ നടന്ന മജ്ലിസ് കഴിഞ്ഞതിന് ശേഷം, ആ മജ്ലിസിൽ പ്രത്യേകമായി ഒന്നും നടന്നതറിഞ്ഞില്ല. 2 ദിവസത്തിന് ശേഷം ഈ സൈഡിലായി കീറി സ്റ്റിച്ച് ചെയ്തതായി കാണാൻ കഴിയുന്നു. ഈ രംഗം കണ്ടപ്പോൾ ഉസ്താദ് അവറുകളോട് ചോദിക്കുമ്പോൾ മജ്ലിസിൽ വെച്ച് ഓപ്പറേഷൻ നടന്നതാണ്, സ്റ്റിച്ച് ചെയ്യപ്പെട്ടതാണ് എന്ന് ഉസ്താദ് അവറുകൾ പറയുകയും ആ സഹോദരിയുടെ രോഗം സുഖപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ ഓപ്പറേഷനുകൾ ഈ മജ്ലിസിൽ വെച്ച് നടക്കുക, അതും ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ചിലപ്പോ ഓപ്പറേഷൻ നടക്കുന്ന ആളുകൾക്ക് അതിന് അനസ്തേഷ്യ നൽകി മരുന്ന് നൽകിയിട്ടൊക്കെ അല്ലേ ചെയ്യാം. എന്നാൽ പോലും അതിൻ്റെതായ ചില ആധാറുകൾ അവർക്ക് അനുഭവിക്കാൻ കഴിയും. ഇത് ഓപ്പറേഷൻ നടന്നതിന് ശേഷം അങ്ങനെ ഒരു സംഗതി അറിയാതെ ഞാൻ ഈ സാഹചര്യത്തിൽ ഓർത്തുപോകുന്നു. വന്യരായ ഫാറൂഖ് ഉസ്താദ് മൊത്ത് അന്ന് പള്ളപ്പെട്ടിയിൽ മക്കാം ഷരീഫിലുള്ളപ്പോ ബഹുമാനപ്പെട്ടവരുടെ ഹദ്റത്തിൽ കൊണ്ടുവന്ന ഒരു സഹോദരി, ഇതാണ് നമ്മുടെ ഷമീർ അഞ്ചങ്ങാടി എന്ന് പറഞ്ഞ സഹോദരൻ. ഒരുപാട് കാലം പ്രയാസപ്പെട്ട ആ സഹോദരിക്ക് ഉസ്താദിന്റെ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഓപ്പറേഷൻ നടന്നു, അതിന്റെ സ്റ്റിച്ച് പോലും പുറത്തേക്ക് കാണും വിധത്തിൽ ഓപ്പറേഷൻ നടന്നു എന്ന് പറഞ്ഞ സഹോദരൻ, ഇദ്ദേഹത്തിന്റെ ഭാര്യക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി സുഖപ്പെടുത്തുമാറാകട്ടെ. രോഗം തുടങ്ങിയിട്ട് എത്ര കാലമായിരുന്നു അസുഖം തുടങ്ങിയിട്ട്? 12 വർഷം. അത്രയും കാലം പ്രയാസപ്പെട്ട രോഗങ്ങളാണ് ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഇടപെടലിലൂടെ സുഖപ്പെട്ടു കിട്ടുന്നത് എങ്കിൽ നമുക്ക് ഈ മജ്ലിസിന് തുല്യമായി മറ്റെവിടെ ചെന്നെത്താൻ നമുക്ക് കഴിയും. അൽഹംദുലില്ലാ, മഹാന്മാരായ ഔലിയാക്കൾ അവരുടെ ദറജ അള്ളാഹു ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അവരുടെ മദദ് ബറക്കാത്ത് കൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയവരുടെ പ്രശ്നങ്ങളൊക്കെ അള്ളാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. അതുപോലെ നമ്മുടെ മജ്ലിസിൽ ഒരു സഹോദരൻ ഒരുപാട് കാലം മൂത്രത്തിൽ പഴുപ്പ് അല്ലെ, ഒരുപാട് കാലം പ്രയാസങ്ങൾ, 1 വർഷത്തോളമായി മൂത്രത്തിൽ ശക്തമായ പഴുപ്പും രക്തവും. 3 ഓപ്പറേഷനുകൾ നടന്നത് വളരെ മർമ്മപ്രധാനമായ പോയിന്റുകളിൽ നടക്കുകയും ഉണ്ടായിരുന്ന ശാരീരിക അവയവങ്ങളിൽ തന്നെ മറിച്ചും തിരിച്ചും വെച്ചുകൊണ്ട് പഴുപ്പ് ഇനി മേലിൽ വരാതിരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ കൃത്യങ്ങൾ ചെയ്തതായി അദ്ദേഹം പറഞ്ഞു. പക്ഷേ വന്യരായ ഉസ്താദ് അവറുകളുടെ ഹദ്റത്തിൽ സമീപിച്ച് ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഫാറൂഖ് ഉസ്താദിന്റെ ഭാഷയിൽ നല്ല ശുദ്ധമായ കരിക്കിൻ വെള്ളത്തിന്റെ തെളിമയോടെയാണ് ആ കുഞ്ഞ് മൂത്രമൊഴിക്കുന്നത്. ഉസ്താദ് അവറുകളുടെ മുമ്പിൽ ഒരു ദിവസം ഒരു മജ്ലിസ് നടന്നപ്പോൾ ഈ വിനീതനതിൽ സംഗമിക്കുകയുണ്ടായി. അന്ന് ചാവക്കാട് നമ്മുടെ സയ്യിദുക്കെ ഉസ്താദിന്റെ സ്നേഹിതൻ, അദ്ദേഹത്തിന്റെ ആ അറബിക്കുട്ടി, ചെറുപ്പക്കാരനായ അറബിക്കുട്ടിയെ കൊണ്ടുവന്നിരുന്നു. അയാളെ തൃശൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിടത്ത് നിന്ന് ആ മജ്ലിസിലേക്ക് കൊണ്ടുവന്നു. അയിലക്കാട് ആ അറബിക്കുട്ടിയെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കറുത്ത ഷർട്ട് ധരിച്ച് ആ വെളുത്തു സുമുഖനായ ചെറുപ്പക്കാരനായ ആ കുട്ടിയെയും കൊണ്ട് സലീമ ഹോസ്പിറ്റലിന്റെ പിറകിൽ വെച്ച് നടന്ന ആ മജ്ലിസിൽ
ഫാറൂഖ് ഉസ്താദ് മജ്ലിസ് കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞിനോട് പോയി മൂത്രമൊഴിക്കാൻ പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, ഇളനീർ കരിക്കിൻ വെള്ളത്തെക്കാൾ തെളിമയാർന്ന മൂത്രമാണ് ആ കുഞ്ഞൊഴിച്ചത്. ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ട് കിഡ്നിയിൽ നിന്ന് കംപ്ലൈന്റ് വന്ന് കിഡ്നിക്ക് തകരാറ് വന്ന് ജീവിക്കാൻ സാധ്യതയില്ലാത്ത വിധം അപകടാവസ്ഥയിൽ ചികിത്സക്ക് നമ്മുടെ നാട്ടിൽ രക്ഷയുണ്ടോ എന്ന് കരുതി ഇങ്ങോട്ട് ചികിത്സക്ക് വിട്ട് അഡ്മിറ്റ് ചെയ്യപ്പെട്ട സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തെ കൊണ്ടുവന്നതായിരുന്നു. സുബ്ഹാനല്ലാഹ്, അതിന് സമാനമായ സംഭവമാണ് നമ്മുടെ ഈ സഹോദരനിലൂടെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഫാറൂഖ് ഉസ്താദ് അന്ന് കാലത്ത് ജീവിച്ചിരിക്കുന്നു. ഇപ്പോൾ അവിടുന്ന് വഫാത്തിന് ശേഷം ഖബറിൽ കിടന്നുകൊണ്ട് നിയന്ത്രിക്കുന്നു. ഇത് നാം നേർക്കുനേരെ കാണുന്നു. അള്ളാഹു ആ മഹാത്മാവിന്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. വന്ദ്യരായ ഫാറൂഖ് ഉസ്താദിനെ സംബന്ധിച്ച് അവിടുത്തെ വാപ്പായുടെ കുടുംബം അടക്കം നന്നായി പരിചയമുള്ള ആളുകളും നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട്. നേരത്തെ ഒരാളുമായി സംസാരിച്ചപ്പോൾ ആദ്യകാലം തൊട്ടു തന്നെ ഇബാദത്ത്, ദീനിയായ ജീവിത രീതി വളരെ നിർബന്ധപൂർവം ശീലിച്ച ഒരാളായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ വാപ്പയെന്നും അള്ളാഹുവിൻ്റെ ഉന്നതരായ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയവരുമായ ഔലിയാക്കളുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ഒരു പ്രത്യേക പ്രകൃതക്കാരനായിരുന്നു അവിടുത്തെ പിതാവെന്നും സംസാരിച്ചത് ഞാൻ ഓർക്കുകയാണ്. വന്ദ്യരായ ഫാറൂഖ് ഉസ്താദ് അവർകൾ പഴയ കാലത്ത് പിതാവ് സ്ഥാപിച്ച ചെറിയ കച്ചവടവും അതെല്ലാം വികസിപ്പിച്ച് കൊണ്ടുവന്ന് ഭൗതികമായ ജീവിതത്തിനുള്ള വഴികളൊക്കെ ഇപ്പുറത്ത് തരപ്പെടുത്തുന്നതോടൊപ്പം ഉഖ്റവിയായി ഇലാഹിയായ സവിധത്തിലേക്ക് എങ്ങനെ ഈ ഹ്രസ്വമായ ആയുസ്സിനിടയിൽ അടുക്കാൻ കഴിയും എന്ന് വളരെയധികം ശ്രദ്ധയോടെ ആലോചിക്കുകയും അതിനുള്ള ഏറ്റവും എളുപ്പവഴി ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസരായ ഔലിയാക്കൾ മഹത്തുക്കളോടുമുള്ള മഹബ്ബത്താണ്. അവരെ പിന്തുടർന്ന് ആ ഒരു അനുധാവനം, ആ ഒരു ജീവിതത്തിലൂടെ നമുക്ക് ഇലാഹി സവിധത്തിലേക്ക് അടുക്കാൻ കഴിയുന്ന പോലെ നമ്മൾ സ്വന്തമായി പരിശ്രമിച്ചാൽ എത്തുകയില്ല എന്ന യാഥാർത്ഥ്യം ശരിക്കും തിരിച്ചറിയുകയും അത് ഉൾക്കൊണ്ട് ജീവിതം നയിക്കുകയും ചെയ്തവരായിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ബിസിനസ്സുകാരും സാധാരണക്കാരായ കച്ചവടക്കാരും സാധാരണ ജനങ്ങളും അവർ കാണിച്ചു തരുന്ന ഒരു ജീവിത രീതിക്കു പകരം അവരുടെ രഹസ്യ ജീവിതം പൂർണ്ണാർത്ഥത്തിൽ ഇലാഹിനെ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേകമായ ഒരു ജീവിതമായിരുന്നു എന്ന് അവിടുത്തെ അടുത്തറിഞ്ഞ മുഴുവൻ ആളുകൾക്കും അറിയാം. സമ്പാദിക്കുന്നതെന്തും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ചെലവഴിക്കണം എന്നതല്ലാതെ, ഉള്ള സമയമത്രയും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കണം എന്നതല്ലാതെ എന്തെങ്കിലും സമ്പാദിച്ചു വെച്ചുകൊണ്ട് നാളത്തേക്ക് ഭൗതിക രംഗത്തേക്ക് വലിയ ബിസിനസ്സുകൾ കെട്ടിപ്പടുക്കണമെന്നോ ആ നിലക്ക് വലിയ ഔന്നത്യങ്ങൾ നേടണമെന്നോ ലഭിക്കുന്നത് സംഭരിച്ചു വെക്കണമെന്നോ ആ നിലക്കുള്ള ഒരു ധാരണയും അങ്ങനെയുള്ള ഒരു ചിന്താഗതിയും ബഹുമാനപ്പെട്ടവരെ തൊട്ടു തീണ്ടിയിരുന്നില്ല. പകരം എങ്ങനെയെങ്കിലും അള്ളാഹുവിൻ്റെ ഒരു അടിമ, അള്ളാഹുവിൻ്റെ ഒരു പാവപ്പെട്ട ഒരു പടപ്പ്, മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ ഏതു ഇനത്തിൽപ്പെട്ടവരായാലും എന്നെക്കൊണ്ട് ആവുന്ന സഹായം അവർക്ക് ചെയ്ത് ഞാൻ അവരെ സേവിക്കും എന്ന ഒരു പ്രതിജ്ഞയിൽ ബഹുമാനപ്പെട്ട ഫാറൂഖ് ഉസ്താദ് അവരുടെ ജീവിതം നാം ഒക്കെ കണ്ടിട്ടുള്ളതാണ്. അശരണരായ ആളുകൾക്ക് അത്താണിയായി ഉസ്താദ് അവർകൾ, ബഹുമാനപ്പെട്ട ഫാറൂഖ് ഉസ്താദ് അവരുടെ ആ നിലക്കുള്ള ജീവിതം മുന്നോട്ട് പോവുകയും ബഹുമാനപ്പെട്ട ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയവരുമായ ഔലിയാക്കൾ, വിശിഷ്യ സി.എം. വലിയുല്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആ ഹദ്റത്തിൽ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ടവരോട് വാ തുറക്കാൻ പറയുകയും തൻ്റെ വായിലേക്ക് ശറഫാക്കപ്പെട്ട ആ ഉമിനീര് തുപ്പിക്കൊടുത്തത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഫാറൂഖ് ഉസ്താദിനോട് ഒരുപാട് കാലം അടച്ചിട്ട് ആർക്കും സന്ദർശനം പോലും അനുവദിക്കാതെയുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട സിക്കന്ദർ ബാബ കലന്തർ ഷാ പീർ വലിയുല്ലാഹിയുടെ ഹദ്റത്തിൽ ഫാറൂഖ് ഉസ്താദ് അവർകൾ ചെന്നപ്പോൾ ആ ഹദ്റത്തിലേക്ക് വിളിച്ച് ആനയിക്കുകയും അവിടത്തേക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും അവിടത്തോട് സംസാരിക്കുകയും ചെയ്ത സംഭവം നമുക്കറിയാം. ബഹുമാനപ്പെട്ട ഔലിയാക്കളുമായി
ഫാറൂഖ് ഉസ്താദിനുള്ള ബന്ധം. ബഹുമാനപ്പെട്ട അന്തൂർപ്പാപ്പ അവർകൾ അന്ന് ഫാറൂഖ് ഉസ്താദ് കുത്തുബിയത്ത് നടത്തിയിരുന്ന മലഞ്ചെരുവിൽ വന്നുകൊണ്ട് എഴുതി വെച്ചത് നാം ഓർക്കുന്നു. ഈ മലഞ്ചെരു റഹ്മത്തിൻ്റെ മലായികത്തിൻ്റെ സാന്നിധ്യമുള്ള ഗേഹം, അവർ ഇഷ്ടപ്പെടുന്ന ഇടം എന്ന് പറഞ്ഞ് കരിക്കട്ട കൊണ്ട് എഴുതി വെച്ച് കളം വരച്ച് റൗണ്ട് കട്ട് ചെയ്തുകൊണ്ട് വെച്ചത് നാം ഓർക്കുകയാണ്. ആ നിലയ്ക്ക് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയ ഔലിയാക്കൾ മുഴുവൻ അങ്ങേയറ്റം സ്നേഹിക്കുന്ന വിധത്തിലേക്ക് ഫാറൂഖ് ഉസ്താദ് അവർകൾ ഉയരുകയും ജീവിതകാലത്തു തന്നെ ബഹുമാനപ്പെട്ടവരെ സമീപിച്ചുകൊണ്ട് വരുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന വലിയ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും വേണ്ടി ഫാറൂഖ് ഉസ്താദിനെ സമീപിക്കുന്ന ആളുകൾക്ക് വേണ്ടി വഫാത്തായ ഔലിയാക്കളുടെ ഹദ്റത്തിൽ ചെന്നുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് നീ ആ മഖാമിൽ ചെന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട ഫാറൂഖ് ഉസ്താദ് അവർകൾ പറഞ്ഞതു പ്രകാരം ആ ഖബറിങ്കൽ ചെന്ന് പറയുകയാണെങ്കിൽ തൽസമയം അവിടെ നിന്നതിൻ്റെ അത്ഭുതകരമായ ശിഫ ലഭിക്കുന്ന നിരവധി അനുഭവങ്ങൾ നമുക്കൊക്കെ അറിയാം. ബഹുമാനപ്പെട്ട ഫാറൂഖ് ഉസ്താദ് അവർകളുടെ ഉന്നതമായ നിലവാരം അതറിയണമെങ്കിൽ ബഹുമാനപ്പെട്ടവർ അടുത്തറിഞ്ഞ ഔലിയാക്കളായ ഉലമാക്കളും അള്ളാഹുവിൻ്റെ ദീന് പഠിച്ച മഹാന്മാരായ ആലിമീങ്ങൾ അവരുമായി ഇടപഴകുമ്പോൾ അറിയാം. ഉസ്താദ് അവർകളെ വളരെ സ്നേഹിച്ച നിരവധി ഔലിയാക്കൾ, നിരവധി ഉലമാക്കൾ, സാദാത്യങ്ങളെ നമുക്കറിയാം. സയ്യിദ് ജമലുല്ലൈലി സയ്യിദ് അവർകൾ കാണാൻ വേണ്ടി വിളിക്കുകയും കണ്ട സന്ദർഭത്തിൽ പൊട്ടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് പൊട്ടി ആലിംഗനം ചെയ്തുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ എല്ലാ സമയത്തും കാണണമെന്ന് ആശിക്കുകയും പക്ഷേ അതിന് സമയം കാണാതെ ഇത്രയും വൈകിപ്പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടത്തെ കൂട്ടിക്കൊണ്ടുപോയി അവിടത്തെ കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന സ്ഥാപനത്തിന് കട്ടില വെപ്പിക്കുകയും ചെയ്തത് ഞാൻ ഇന്ന് ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ ഔലിയാക്കൾ സ്നേഹിക്കുന്ന അവരിഷ്ടപ്പെടുന്ന ഒരു റൂട്ടിലൂടെ, ആ നിലക്കുള്ള ഒരു വഴിയിലൂടെ ബഹുമാനപ്പെട്ട ഫാറൂഖ് ഉസ്താദ് അവർകൾ നടന്നു നീങ്ങുക മാത്രമല്ല, തന്നെ സ്നേഹിച്ച ആളുകളിൽ മുഴുവൻ ആ ഒരു ശൈലിയിൽ ജീവിക്കണമെന്നും ഈ ദുനിയാവിന് യാതൊരു വിധത്തിൽ ഒരു നിലവാരവും കണക്കാക്കേണ്ടതില്ല, ഏത് നിമിഷത്തിലും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള നൈമിഷികമായ ക്ഷണികമായ ഒരു ജീവിതമാണ് ഇതെന്നും നാളെ പാരത്രിക ലോകമാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിങ്കൽ എപ്പോഴും നിലനിൽക്കാൻ സാധ്യതയുള്ള റബ്ബിങ്കൽ സ്വീകാര്യതയുള്ള ലോകമെന്നും അതിനുവേണ്ടി പണിപെടുകയാണ് ബുദ്ധിയുള്ളവൻ ചെയ്യേണ്ടതെന്നും ഫാറൂഖ് ഉസ്താദ് അവരുടെ ഹ്രസ്വകാല ജീവിതം കൊണ്ട് അവിടത്തോട് ഇടപഴകിയ ആളുകൾക്ക് മുഴുവൻ ബഹുമാനപ്പെട്ട ഫാറൂഖ് ഉസ്താദ് അവർ പഠിപ്പിക്കുകയാണ് ഉണ്ടായിരുന്നത്. വന്യരായ അഷ്റഫ് ഉസ്താദ് അവർകൾ അവിടുത്തെ അനുജ സഹോദരനാണ്. അനുജ സഹോദരന് അവസാന ഘട്ടത്തിൽ വഫാത്തിനോടനുബന്ധിച്ച സന്ദർഭത്തിൽ ഒരു എഴുത്തെഴുതുകയാണ്. ഞാൻ ഓർത്തുപോകുന്ന ഇടയ്ക്ക് പല സന്ദർഭത്തിലും അഷ്റഫ് ഉസ്താദ് അവർകളോട് ഈ മജ്ലിസിൻ്റെ മുൻനിരയിലിരുന്നു കൊണ്ട് മജ്ലിസ് നിയന്ത്രിക്കണമെന്നും അതിൻ്റെ കാര്യത്തിൽ സജീവമായി ഉണ്ടാകണമെന്നും ആവശ്യപ്പെടുമ്പോൾ അഷ്റഫ് ഉസ്താദിൻ്റെ അങ്ങേ അറ്റത്തെ വിനയം കാരണം മജ്ലിസിൻ്റെ മുന്നിലേക്ക് വരാതെ എങ്ങനെങ്കിലും പിറകോട്ട് മാറി ഉസ്താദ് അവർകൾ മുങ്ങി നടക്കും, അക്ഷരാർത്ഥത്തിൽ മുങ്ങി നടക്കും. അവസാന കാലമെത്തിയപ്പോൾ ഫാറൂഖ് ഉസ്താദ് ഒരു എഴുത്തെഴുതി, മോനെ ഈ പ്രസ്ഥാനം നീ ഏറ്റെടുക്കണം, ഈ പറയുന്നത് നിനക്കപ്പോൾ മനസ്സിലാകില്ല, ഒരു സമയം വരും നിനക്കിത് ശരിക്കും ബോധ്യപ്പെടും, ആയതുകൊണ്ട് എന്ന് പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു എഴുത്തെഴുതി ഏൽപ്പിച്ചു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ കൈപിടിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം നിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നുവെന്ന് പറയുന്നു. പാവം അഷ്റഫ് ഉസ്താദ് അവർക്കറിയുമോ എന്നെ അള്ളാഹു എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയില്ല. അവിടുത്തെ ചെറിയ ബിസിനസ്സും ചുറ്റുപാടുമായി അവിടുന്ന് ചെറിയ വിനയാന്വിതമായ തൻ്റെ ജ്യേഷ്ഠൻ ഒരു ഷെയ്ഖും തൻ്റെ ഒരു എല്ലാം പിതാവും ഉമ്മയും ബാപ്പയും ഒക്കെയായി ആദരിക്കാൻ പറ്റിയ തൻ്റെ ഇക്കായോടുള്ള ബഹുമാനത്തോടെ അങ്ങേറ്റത്തെ വിനയത്തോടെ കഴിഞ്ഞുകൂടുന്നു എന്നല്ലാതെ ഇതൊക്കെ പറയുമ്പോൾ എന്താണ് ഈ പറയുന്നത്? ജനങ്ങൾ വരിക, അവരുടെ പ്രയാസങ്ങൾ പറയുക, ക്യാൻസർ, കിഡ്നി രോഗം, ലിവർ പ്രശ്നങ്ങൾ, കിഡ്നി ഡിസീസസ്, അതുപോലെ ബ്രെയിൻ ട്യൂമർ തുടങ്ങി പ്രശ്നങ്ങൾ എന്തെല്ലാം, ഇതൊക്കെ ഇക്കായുടെ അടുത്ത് വന്ന് വരുമ്പോൾ അതൊക്കെയും നിയന്ത്രിക്കുന്നത് ഇക്ക ചെയ്യുന്ന അതിൻ്റെ ഒക്കെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കണമെന്നോ? എന്താണ് ഈ പറയുന്നത്? ഒരാലിമിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മുട്ടുവിറക്കുന്ന എനിക്ക് എന്തിന് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ അവസാനമായി ഉസ്താദ് അവർ ഏൽപ്പിക്കുകയും ആഴ്ചകൾക്കുള്ളിൽ ഉസ്താദ് അവർ അപ്രതീക്ഷിതമായി ഈ ലോകത്തോട് വിട പറയുന്നു.
യഥാർത്ഥത്തിൽ ഉസ്താദിനെ സ്നേഹിച്ചവരൊക്കെയും ശരിക്കും വേദനിച്ചു. ഇനി അങ്ങനെ ഒരു മജ്ലിസ് ഇവിടെ ഇല്ലല്ലോ. എന്താണ് ഈ മജ്ലിസിൻ്റെ പ്രത്യേകത? ഞാൻ ഓർത്തു പോകുന്നു, അമല ഹോസ്പിറ്റലിൽ വെച്ച് നീലിച്ച പൂർണ്ണമായും അതിൻ്റെ ഛേദനയേറ്റു എന്ന് പറയാൻ പറ്റിയ ദുർഗന്ധം വമിക്കുന്ന പ്രമേഹം കഠിനമായ കാരണത്താൽ മുറിച്ചു മാറ്റപ്പെടാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട കാല് മുറിച്ചു മാറ്റാൻ വേണ്ടി ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് മുറിച്ചു മാറ്റുന്നതിന് മുമ്പ് ഫാറൂഖ് ഉസ്താദിനെ വിളിക്കുന്ന സമയത്ത് പറയുന്നു, മുറിക്കണ്ട ഫാറൂഖാ പറയുന്നത്, മജ്ലിസിൽ വരാൻ പറയൂ. അതന്നെ ആ വാക്ക് തന്നെ, മുറിക്കണ്ട, കത്തിവെക്കണ്ട, ഫാറൂഖാണ് പറയുന്നത്, മജ്ലിസിൽ വരാൻ പറയൂ. മജ്ലിസിലേക്ക് ആ മനുഷ്യനെ കൊണ്ടുവരുന്നു. മജ്ലിസിൽ ആ മനുഷ്യൻ്റെ കാല്, നീല കളറായ ആ മനുഷ്യൻ്റെ കാല്, ദുർഗന്ധം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയാസം വരുന്ന കാലിന് മുകളിലൂടെ പായകൾ വിരിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. കുത്തുബിയ്യത്തിൻ്റെ മജ്ലിസിൽ രോഗികൾ മുഴുവനും കിടക്കും. ആ കിടക്കുന്ന കിടത്തത്തിൽ അവർക്ക് ഓപ്പറേഷനുകൾ നടക്കും. ചിലപ്പോൾ ബ്ലഡ് പുറത്ത് കാണാം, പല ലക്ഷണങ്ങളും പുറത്ത് കാണും. ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് ഹാർട്ടിൻ്റെ ഓട്ടയടക്കാൻ ഈ തോള് ഭാഗത്തിൽ നിന്ന് ഈ മാംസം അരിഞ്ഞുകൊണ്ട് ഓട്ടയടച്ച ആ പെൺകുട്ടിയെ പുറത്തുകൂടി തുന്നിട്ട ആ തുന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട്, ഇത് ഫാറൂഖ് ഉസ്താദ് ആ ജീവിതകാലത്ത് അവിടെ വെച്ച് ചെയ്ത ഓപ്പറേഷൻ കണ്ടുകൊണ്ട്, ഇവൾ എൻ്റെ മരുമകളാണ് എന്ന് പറഞ്ഞ മരുമകൾ ഉസ്താദ് അവർകളുടെ ജ്യേഷ്ഠൻ്റെ മകൻ കല്യാണം കഴിച്ച് ഈ അടുത്ത വീട്ടിൽ ഇവിടെ ജീവിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് അത്ഭുതകരമായ ആ കാല് മുറിച്ച് മാറ്റാൻ വേണ്ടി വന്ന ആ സഹോദരൻ ആശുപത്രിയിൽ നിന്ന് നേരെ മജ്ലിസിൽ വരുന്നു. കാലിൽ പുതപ്പിട്ട് മൂടി അതിൻ്റെ അടിഭാഗത്ത് ഒരു മുത്തഅല്ലിമിൻ്റെ തലപ്പാവ് അമർന്നുകൊണ്ട് കിടക്കുന്നു. മജ്ലിസ് കഴിഞ്ഞു. എഴുന്നേറ്റ് നോക്കിയപ്പോൾ മുത്തഅല്ലിമിൻ്റെ തലയിലെ കെട്ട് മുഴുവനും രക്തം കൊണ്ട് കുളിച്ചിരിക്കുന്നു. അയാൾ തല തപ്പുകയാണ്, എൻ്റെ തലയ്ക്ക് വല്ല ഓപ്പറേഷനും നടന്നോ എന്ന് നോക്കാൻ വേണ്ടി. എന്നാൽ ഇപ്പുറത്തുള്ള ഈ കാല് അതിൻ്റെ അടിഭാഗത്തിൽ നിന്ന് ചക്ക ചൂഴ്ന്നെടുത്ത പോലെ ഒരു കഷ്ണം എടുത്തുകൊണ്ട് കാലിലെ രക്തം, ബാഡ് രക്തം മുഴുവനും പിഴിഞ്ഞ് പുറത്തു കളഞ്ഞ് ആ ഭാഗം അടച്ചു വെച്ചിരിക്കുന്നു. ആ പിഴിഞ്ഞ രക്തം ഈ പാവപ്പെട്ട മുത്തഅല്ലിമിൻ്റെ തലയിൽ തലപ്പാവ് കുടിച്ചു കഴിഞ്ഞിരുന്നു. ആ മനുഷ്യൻ നല്ല ചൂടുള്ള രക്തമോടുന്ന കാലുകൊണ്ട് ആ മജ്ലിസിൽ നിന്ന് അന്തസ്സായി നടന്നു നീങ്ങിയ ചരിത്രം ഉസ്താദ് അവറുകളുടെ മജ്ലിസിൽ നിരന്തരം ബന്ധപ്പെടാറുള്ള ആ കാലഘട്ടത്തിൽ അനുഭവിച്ച ആളുകൾ ഈ സദസ്സിൽ, ഈ പാവപ്പെട്ട ഞാനടക്കം നിരവധി ആളുകളുണ്ട്. ആ നിലയ്ക്ക് വലിയ പരിഹാരമായി ഞാനിന്നും ഓർക്കുന്നു, വൃഷണ ക്യാൻസറിനെ സംബന്ധിച്ചുള്ള ലേഖനങ്ങളും മറ്റും വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ എനിക്കു തന്നെ അത്തരമൊരു പ്രശ്നം, ഏകദേശം വലിപ്പമുള്ള വലിയ നെല്ലിക്കയോളം വലിപ്പമുള്ള ഒരു കുരു വൃഷണ നാളിയിൽ എനിക്ക് രൂപപ്പെടുകയും നാളുകളോളം അത് നിലനിൽക്കുകയും എനിക്ക് നടന്ന് മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ, ഒരല്പവും മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത നിലയിൽ അത് പഴുപ്പ് ബാധിച്ചു എന്ന് ഉറപ്പായപ്പോൾ ഞാൻ ഫാറൂഖ് ഉസ്താദിനെ വിളിച്ചു. ഉസ്താദ് പറഞ്ഞു, ഉസ്താദ് ഇങ്ങോട്ട് പോയി വിഷമിക്കണ്ട, ഒറ്റ വാക്ക്. ഞാൻ ഉസ്താദിൻ്റെ മജ്ലിസിൽ പോയി. ചെന്നപ്പോൾ ഞാൻ എന്തിനാ വന്ന എന്നത് എന്നോട് അന്വേഷിച്ചിട്ടില്ല. എന്നെ അടുത്തിരുത്തി, ബാക്കിയുള്ളവരെ മുഴുവൻ പുറത്താക്കി, എന്നോട് കുറേ രഹസ്യമായി കാര്യങ്ങൾ സംസാരിച്ചു, പല കുശലങ്ങളും പറഞ്ഞു. ഉസ്താദിൻ്റെ അടുത്തിരുത്തി എല്ലാ കാര്യങ്ങളും സംസാരിച്ചതിന് ശേഷം ഞാൻ എൻ്റെ കാര്യം പറയാൻ നിൽക്കുമ്പോൾ ഞാൻ പിന്നെ വന്നത് നിങ്ങളോട് ആരെ പോയി ചോദിച്ചു. ഞാൻ പറയാൻ തുടങ്ങുമ്പോൾ ഞാനിപ്പോൾ വന്നത് നിങ്ങളോട് ആരെന്ന് ചോദിച്ചു. ഇതിങ്ങനെ നിരന്തരം പറയുന്നു, ഞാൻ നീട്ടുന്നില്ല. ഈ സാഹചര്യത്തിൽ നിരന്തരം ഉസ്താദിനോട് പിന്നെ ഇനി പറയണ്ടെന്ന് കരുതി അന്ന് മജ്ലിസിൽ എന്നെ കിടത്തി. ബാക്കി നടുവിൽ നിന്ന് ഒരാളെ എഴുന്നേപ്പിച്ച് അവിടെ എന്നെ കിടത്തിയിട്ട് അയാളെ വേറെ ഭാഗത്ത് കൊണ്ടുപോയിട്ട്, എൻ്റെ അത്ര പ്രയാസമില്ലാത്ത ഒരാളാണ്, അയാളെ കൊണ്ടുപോയി കിടത്തി. മജ്ലിസ് കഴിഞ്ഞതിന് ശേഷം സ്വകാര്യമായി എൻ്റെ ചെവിയിൽ വന്ന് ചോദിച്ചു, ഇപ്പോൾ ഒന്ന് തപ്പിയൊക്കെയാണ് ഇന്ന് ചോദിച്ചു. നോക്കിയപ്പോൾ ആ സാധനം അവിടെ കാണുന്നില്ല, അങ്ങനെ ഒരു മുഴയും ഇല്ല. ഉസ്താദ് പറഞ്ഞു, ഇപ്പം സുഖമായി. അതിന് മുമ്പ് ചിലർ പറയാറുണ്ട് ഇഞ്ചക്ഷൻ കിട്ടാറുണ്ട്, ഓപ്പറേഷൻ നടക്കാറുണ്ട്. ഒരു അനുഭവം ഞാൻ അനുഭവിച്ചിട്ടില്ല. സംഗതി അവിടെ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. ഞാൻ ഉസ്താദുമായി ബന്ധപ്പെട്ടതിലെ ആദ്യത്തെ എൻ്റെ വ്യക്തിപരമായ അനുഭവമാണിത്. പിന്നീട് ഇനിയിപ്പോൾ സമയം നീണ്ടുപോകും, ഞാൻ നീട്ടുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുമായി ആ കാലഘട്ടം തൊട്ട് അങ്ങനെ അനുഭവിച്ച അങ്ങനെ ഒരു മജ്ലിസ് ഇവിടെ ഇല്ലാതെ പോയതിൽ ഫാറൂഖ് ഉസ്താദിൻ്റെ നിര്യാണത്തോടുകൂടി എല്ലാവരും മനസ്സറിഞ്ഞ് വിഷമിച്ചു. മജ്ലിസ് മാത്രമല്ല, ഫാറൂഖ് ഉസ്താദ് എന്നത് ഇവിടെ മുസ്ലിംകളും അമുസ്ലിങ്ങളുമായ നിരവധി സുഹൃത്തുക്കളുടെ ജീവനിൽ ജീവനാണ്. ഒരിക്കലും അവരുമായുള്ള ബന്ധം മുറിഞ്ഞു പോയതിൽ അങ്ങേയറ്റം വേദനിക്കാത്ത ഹൃദയങ്ങളില്ല. ഫാറൂഖ് ഉസ്താദ് അവറുകളുടെ ആ മജ്ലിസ് ഇല്ലാതെ പോയി. പക്ഷേ അല്പം നാളുകൾ നിന്നു. ഒരു 4-5 വർഷം
ഒരു ചലനോടില്ല. ഫാറൂഖ് ഉസ്താദ്, അഷ്റഫ് ഉസ്താദിൻ്റെ വീട്ടിൽ നടക്കുന്ന ചെറിയൊരു മജ്ലിസ് മാത്രം. പിന്നീട് ആ മജ്ലിസിൽ ഫാറൂഖ് ഉസ്താദിൻ്റെ നിർദ്ദേശങ്ങൾ വരാൻ തുടങ്ങി, വരുന്നവർക്ക് ശിഫ ലഭിക്കാൻ തുടങ്ങി, അത്ഭുതങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം അവസരോചിതം നിർദ്ദേശിക്കുന്നതനുസരിച്ച് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം ഉണ്ടായിത്തീർന്നതാണ് ഈ കാണുന്ന മജ്ലിസ്, കാണുന്ന ഈ കെട്ടിടം. ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദർസ്, അത് ഉസ്താദാണ് അതിൻ്റെ എല്ലാം. വേറെ ഈ കാര്യങ്ങളൊക്കെ ഫാറൂഖ് ഉസ്താദിൻ്റെ നിയന്ത്രണത്തിലൂടെ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്.